ചുവപ്പ് രാശി നോവൽ തുടർച്ച അധ്യായം 7. അത് ഞങ്ങളുടെ കാറാണ്. റോബിൻ മുന്നോട്ട് നീങ്ങി നിന്നു. അതിനുള്ളിൽ അങ്ങനെ ഒന്നുമില്ല. അത് പറ്റില്ല, കാറ് പരിശോധിക്കണം. ചന്തു ഇടപെട്ട്. ഫോൺ വന്നതിൽ കഴമ്പുണ്ടെന്ന് ഞങ്ങൾക്കൊന്നറിയണം. SP ധർമ്മസങ്കടത്തിലായി. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറ്റില്ലെന്ന് പറഞ്ഞാൽ നാളത്തെ പത്രത്തിൽ അതായിരിക്കും പ്രധാന വാർത്ത. ശരി, SP സമ്മതിച്ചു. എല്ലാവരും ആ കാറിനടുത്തേക്ക് നീങ്ങി. ഡിക്കി തുറക്കപ്പെട്ടു. അതാ ഒരു ചാക്കുകെട്ട്. ക്യാമറ മിന്നി. റോബിൻ്റെയും റെന്നിയുടെയും കണ്ണുകളിൽ ഇരുട്ട് കയറി. ചോര പുരണ്ട ചാക്ക്. ഇൻസ്പെക്ടറും പകച്ചു നിന്നു. ചാത്തുണ്ണിക്ക് നാവനക്കാൻ കഴിഞ്ഞില്ല. അതെന്താണ് സാറേ? ചന്തു ചിരിച്ചു. മൂടി അഴിക്കപ്പെട്ടു. ഒരു ശവശരീരം. റോബിൻ വിസ്മയിച്ചു. ചന്തുവിൻ്റെ കാറിൽ തങ്ങൾ കൊണ്ടുവച്ച ശവം. ഇൻസ്പെക്ടർ, ഇതാണ് ശവശരീരം. മനസ്സിലായോ? ചന്തു ചിരിച്ചു. എല്ലാവരും ശവത്തിൻ്റെ മുഖം കണ്ടു. ഭൈരവൻ. എന്താണ് സാർ കൊലയാളികളെ അറസ്റ്റ് ചെയ്യാത്തത്? അത് ആരാണെന്നറിയാതെ? റോബിനും റെന്നിയും. അല്ലാതാര്? അല്ല, ഇത് ചതിയാണ്. റെന്നി നിലവിളിച്ചു പോയി. അതൊക്കെ അങ്ങ് കോടതി തീരുമാനിച്ചോളൂ. ചന്തു കണ്ണുറുക്കി. അവരെ അറസ്റ്റ് ചെയ്യാതെ നിവൃത്തിയില്ലായിരുന്നു. സാർ, ഇതാരോ കൊണ്ടുവന്നു വെച്ചതാണ്. ജീപ്പിലേക്ക് കയറുമ്പോൾ റോബിൻ പറഞ്ഞു. അത് ശരിയായിരിക്കാം. ആരും കൊണ്ടുവയ്ക്കാതെ ശവശരീരം നടന്നു വരില്ലല്ലോ. കാറ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇൻക്വസ്റ്റ് തയ്യാറാക്കി. ചാത്തുണ്ണിയും സുധീറും SP-യുമൊക്കെ സ്ഥലം വിട്ടു. നമുക്ക് പോകാം. ചന്തു കാറിൽ കയറി. ഡ്രൈവർ അത് സ്റ്റാർട്ട് ചെയ്തു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാറേ, അയാൾ പറഞ്ഞു. ചന്തു ചിരിക്കുന്നതിനിടയിൽ ഓർത്തു. തലേന്ന് രാത്രി ഓഫീസിൽ നിന്നും മടങ്ങി വരുന്ന വഴിക്ക് പാലമുട്ടിൽ വെച്ച് കുമാറിനെ കണ്ടിരുന്നു. ഭൈരവനും മറ്റും ജാമ്യത്തിലിറങ്ങിയെന്നും റോബിനാണ് അവരെ പാലമുട്ടിൽ കൊണ്ടുവിട്ടതെന്നും പിന്നീട് അയാളും ചാത്തുണ്ണിയും തമ്മിൽ രഹസ്യമായി സംസാരിച്ചെന്നും മറ്റും കുമാർ ചന്തുവിനെ അറിയിച്ചിരുന്നു. തനിക്കെതിരെ എന്തെങ്കിലും കെണിയൊരുക്കിയതായിരിക്കുമെന്ന്, അവർ അതിനായിരിക്കും കൂട്ടുമുട്ടിയതെന്നും ചന്തു ഊഹിച്ചിരുന്നു. വഴിക്ക് വെച്ച് ഒരാക്രമണം അയാൾ പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടാകാഞ്ഞപ്പോൾ രാത്രിയിൽ ഒരു കരുതൽ നല്ലതാണെന്ന് തോന്നി. ലൈറ്റുകളെല്ലാം അണച്ചിട്ട് ടെറസിൽ ഒരു കസേരയിലിരിക്കുകയായിരുന്നു ചന്തു. ഇടയ്ക്കൊന്ന് മയങ്ങിപ്പോയി. എന്തോ ശബ്ദം കേട്ട് കണ്ണു തുറന്നപ്പോൾ കാറിൻ്റെ ഡിക്കിയിൽ 2 പേരെന്തോ വയ്ക്കുന്നത് കണ്ടു. ശബ്ദമുണ്ടാക്കാതെ താഴെ ഇറങ്ങി. അവനെ പിന്തുടർന്നു. അവൻ ആരെന്ന് മനസ്സിലാക്കിയിട്ട് തിരികെ വന്ന് ഡിക്കി തുറന്നു നോക്കി. അതിനുള്ളിൽ എന്താണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും മനസ്സിലാക്കി. പിന്നെ കാറിൽ അപ്പോൾ തന്നെ പുറപ്പെട്ടു ചാത്തുണ്ണിയുടെ വീട്ടിലേക്ക്. ആരും അറിയാതെ ചാക്കുകെട്ട് ചാത്തുണ്ണിയുടെ അംബാസഡർ കാറിൻ്റെ ഡിക്കിയിലാക്കി. പോലീസുകാർ തൻ്റെ കാർ തടയുമെന്ന് അറിയാമായിരുന്നതിനാൽ ഡിക്കി ശരിക്കും കഴുകിയതിനു ശേഷം ഒരു ചാക്കിൽ കാച്ചിലും ചേനയും നിറച്ചു വെച്ചു. ചക്കിന് വെച്ചത് കൊക്കിന് എന്നതുപോലെയായി റോബിനും റെന്നിക്കും. അത്ര വേഗത്തിൽ അവർക്ക് ഊരിപ്പോരാൻ കഴിയില്ലെന്ന് ചന്തുവിന് അറിയാമായിരുന്നു. മാത്രമല്ല, തൻ്റെ വീട്ടുകാരാണ് തന്നെ കൂടുതൽ ദ്രോഹിക്കുന്നതെന്നോർത്തപ്പോൾ ചന്തുവിന് കലി കയറി. തന്നെ തകർക്കുന്നതിന് അവർ തങ്ങളുടെ ശത്രുക്കൾക്ക് കൂട്ടുനിൽക്കുകയാണ്. ഈ കളി അവസാനിപ്പിച്ചേ പറ്റൂ. അന്ന് വൈകിട്ട് ചന്തു തനിയെ ഡ്രൈവ് ചെയ്ത് തൻ്റെ വീട്ടിലേക്ക് പോയി. ഗേറ്റ് കടന്നപ്പോൾ അകത്ത് കാറുകൾ കണ്ടു. ഡാഡിയും മമ്മിയും സ്ഥലത്തുണ്ട്. കാർ നിർത്തിയിട്ട് ചന്തു സിറ്റൗട്ടിൽ കിടന്നപ്പോൾ അകത്തൊരു പൊട്ടിച്ചിരി കേട്ടു. പകുതി തുറന്നു കിടന്നിരുന്ന വാതിലൂടെ അയാൾ അകത്തേക്ക് നോക്കി. SP വിജയദാസും ജഡ്ജി ആശാമേനോനും ഡോക്ടർ സുധീറും. അവർ ഏതോ വലിയ തമാശ പറയുകയാണെന്ന് തോന്നി. അയാൾ വാതിക്കലെത്തി. ആശാമേനോനാണ് ആദ്യം കണ്ടത്. അവർ ചാടി എണീറ്റു. ചിരിയുടെ അലകൾ നിലച്ചു. ചന്തു സാവധാനം അകത്തേക്ക് കടച്ചു നിന്നു. അധ്യായം 20. ചന്തു എല്ലാവരുടെയും മുന്നിൽ നിന്നു. SP വിജയദാസും ഡോക്ടർ സുധീറും അയാളെ പകച്ചു നോക്കി.
നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? തടിച്ച ഫ്രെയിമുള്ള കണ്ണട മുഖത്തു നിന്നും എടുത്തുകൊണ്ട് സെഷൻസ് ജഡ്ജി ആശാമേനൻ തിരക്കി. ചന്തുവിൻ്റെ മുഖത്ത് ഒരു ചിരി മിന്നി മറഞ്ഞു. ഇതെന്തൊരു ചോദ്യമാണ് മമ്മി. അയാളൊരു കസേര വലിച്ചിട്ട് അതിലിരുന്നു. ഞാൻ പിന്നെ എവിടേക്കാണ് വരേണ്ടത്? കണ്ട തെമ്മാടികൾക്കും കൊലയാളികൾക്കുമല്ല കയറി ഇറങ്ങാൻ പറ്റിയ സ്ഥലമല്ല ഇത്. SP വക കമൻറ്റ്. അതിലും വൃത്തികെട്ട ആൾക്കാർ ഇവിടെ താമസിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അയാൾ തിരിച്ചടിച്ചു. വിജയദാസിൻ്റെ മുഖമൊന്ന് വിളറി. വന്ന കാര്യം പറഞ്ഞിട്ട് നിനക്ക് പോകാം, സുധീർ പറഞ്ഞു. എടാ, നീ എന്നാ ആളായതെന്ന് എനിക്കറിയാം. ചന്തു അയാളുടെ നേർക്ക് തിരിഞ്ഞു. ഈ വീട്ടിൽ ആദ്യം പിറന്നു വീണത് ഞാനാ, പിന്നെയേ ഉള്ളൂ നീ. എന്ത് വേണമെന്ന് അനിയൻ ചേട്ടനെ പഠിപ്പിക്കണ്ട കേട്ടോ, അതൊക്കെ ചേട്ടനറിയാം. താൻ എൻ്റെ അനിയനല്ല. അങ്ങനെ പറയുവാനെങ്കിലും നിനക്ക് തോന്നിയല്ലോ, നന്ദി. മാർക്ക് തിരുത്തി ഡോക്ടറായ നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഒരിക്കൽ പോലീസുകാർ പോകുമ്പോൾ എനിക്ക് കൈയൊഴിയാമല്ലോ. സുധീർ ശരിക്കും ഒന്ന് ഞെട്ടി. എങ്കിലും ധൈര്യം സംഭരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അയാൾ. എനിക്ക് അങ്ങനെയൊന്ന് സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ വന്ന് നിന്റെ കാല് പിടിക്കാം, പോരെ? അച്ഛൻ SP-യും അമ്മ ജഡ്ജിയും ആയതുകൊണ്ടാണ് നീ ഇപ്പോൾ ഞെളിഞ്ഞു നടക്കുന്നത്, അല്ലെങ്കിൽ കാണാമായിരുന്നു. ചന്തു, നീ വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല, ആശാമേനോൻ ഓർമ്മിപ്പിച്ചു. ഡാഡിയെയും മമ്മിയെയും അനുജനെയും ഒക്കെ ഒന്ന് കാണാൻ. ഡാഡിയും മമ്മിയും, നിനക്ക് ആ വാക്കുകളുടെ അർത്ഥം അറിയാമോടാ? ഇത് ഞാൻ നിങ്ങൾക്ക് ഇരുവരോടും ചോദിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ വ്യക്തമായ അർത്ഥം എനിക്കറിയാമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്നോട് ഇത്തരത്തിൽ പ്രവർത്തിക്കുകയില്ലായിരുന്നു. ഞങ്ങൾ എന്ത് കാണിച്ചതാ? നീ തെറ്റ് ചെയ്തു, അതിൻ്റെ ശിക്ഷ അനുഭവിച്ചു, അത്ര തന്നെ. തെറ്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ആരാണ്? ആ ചോദ്യത്തിന് മുന്നിൽ ആശാമേനൊന്ന് പരിങ്ങി. ബാൽക്കണിയിൽ നിഴലനക്കം. ഡോക്ടർ മെറീന അവിടെ നിന്ന് തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് ചന്തു കണ്ടു. അയാൾ അവിടെ നിന്നും ദൃഷ്ടികൾ പിൻവലിച്ചു. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് അവകാശം സ്ഥാപിക്കാനോ നിങ്ങളുടെ കാല് പിടിക്കാനോ ഒന്നുമല്ല വന്നത്. എണീറ്റുകൊണ്ട് ചന്തു തുറന്നു. ഞാൻ എൻ്റെ പാട് നോക്കി കഴിയുകയാണ്. എന്നെ ഇല്ലാതാക്കാൻ നിങ്ങൾ എല്ലാവരും കൂടി കിണഞ്ഞു ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനിയും അതിന് മുതിർന്നാൽ ചന്തുവിൻ്റെ പഴയൊരു മുഖം കൂടി നിങ്ങൾക്കെല്ലാവർക്കും കാണേണ്ടി വരും. എൻ്റെ ക്ഷമയ്ക്ക് ഒരതിരുണ്ട്. SI വിക്രമനെ ഇല്ലാതാക്കിയതുപോലെ എന്നോട് പെരുമാറാമെന്ന് കരുതണ്ട. ചന്തുവിൻ്റെ കണ്ണുകൾ സുധീറിൽ പതിഞ്ഞു. ഡോക്ടർക്ക് ചികിത്സ മാത്രമല്ല ബ്രേക്ക് അഴിച്ചുവിടാൻ അറിയാമെന്നും എനിക്ക് മനസ്സിലായി. സുധീർ വിയർത്തു. പരമരഹസ്യമായിരുന്ന ഈ കാര്യം ഇയാളെങ്ങനെ മനസ്സിലാക്കി? തൽക്കാലം ഞാൻ പോകുന്നു. ചന്തു തിരിച്ചു നടക്കാൻ ഭാവിച്ചു. ഇനി ഇത്തരം കാര്യങ്ങൾക്കായി എന്നെ ഈ ഗേറ്റ് കടത്തരുത്. അതിൻ്റെ ഫലം ഭയാനകമായിരിക്കും. ഓക്കെ? ചന്തുവിൻ്റെ കാർ അകന്നു പോയിട്ടും ആരും ചലിച്ചില്ല. ദിവസങ്ങൾ. റോബിനും റെന്നിക്കും ജാമ്യം കിട്ടി. കാറിൻ്റെ ഡിക്കിയിലെ ശവശരീരത്തെപ്പറ്റി പത്രങ്ങൾ ചാത്തുണ്ണിക്കും മക്കൾക്കുമെതിരായ വാർത്തകൾ വന്നു. ജനങ്ങൾ അവരെ വെറുത്തു. ഇനിയിപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ തൻ്റെ പഞ്ചായത്തിൽ താൻ തോറ്റു തുന്നം പാടുമെന്ന് ചാത്തുണ്ണിക്ക് മനസ്സിലായി. കുമാറിനും അവറാച്ചൻ മുതലാളിയുടെ കീഴിൽ ജോലി കിട്ടി. ചന്തുവിൻ്റെ PA ആയിട്ട്. 10ാം ക്ലാസ് വരെ പഠിച്ചവനാണ് കുമാർ. അതുകൊണ്ട് തൽക്കാലം അയാളെ ഉപകരിക്കുമെന്ന് ചന്തു വിശ്വസിച്ചു. പിന്നെ ജോലിയിൽ പരിചയം നേടിക്കഴിഞ്ഞാൽ സാരമില്ല. ചന്തു മാനേജറായതിനു ശേഷം അവറാച്ചൻ മുതലാളി എല്ലാ ബിസിനസ്സും അടിക്കടി കുതിച്ചു കയറുകയായിരുന്നു. തൊഴിലാളികൾക്കേവർക്കും ചന്തു പ്രിയങ്കരനായി മാറി. ഇതൊന്നും ചാത്തുണ്ണിക്കും മക്കൾക്കും അല്പം പോലും രസിക്കുന്നില്ലായിരുന്നു. ഏതു രൂപത്തിൽ അവറാച്ചനെയും ചന്തുവിനെയും ഒതുക്കാമെന്നത് മാത്രമായിരുന്നു അവരുടെ ചിന്ത. അടുത്ത തവണ മധ്യലേലത്തിൽ അവറാച്ചനെ തറപറ്റിക്കണമെന്ന് ചാത്തുണിയും SP വിജയദാസും ചേർന്ന് തീരുമാനമെടുത്തു. ലിക്കറും പട്ടയും കള്ളും പോലും അവറാച്ചന് കിട്ടരുത്. മധ്യരാജാവ് എന്നറിയപ്പെടുന്ന അവറാച്ചനെ ഒന്നുമല്ലാതെയാക്കണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും SP വിജയദാസിനോടും അവറാച്ചനോടും വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണത്തിൻ്റെ അടിസ്ഥാനം ചാത്തുണ്ണിക്ക് പോലും മനസ്സിലായിട്ടില്ല. ഒരു തവണ ചാത്തുണ്ണി അത് ചോദിച്ചതാണെങ്കിലും വിട്ടുപറയുവാൻ വിജയദാസ് തയ്യാറായിട്ടുമില്ല. അവറാച്ചൻ മുതലാളിക്ക് സ്വകാര്യ ബസ്സുകൾ 15 എണ്ണമുണ്ട്. ടൂറിസ്റ്റ് ബസ്സുകൾ 2. സ്വകാര്യ ബസ്സുകളെല്ലാം പട്ടണത്തിൽ നിന്നാണ് ട്രിപ്പുകൾ തുടങ്ങുന്നത്. ഒരു ദിവസം രാവിലെ റോബിൻ ചാത്തുണ്ണിയോട് പറഞ്ഞു, അവറാച്ചൻ്റെ ബസ് സർവീസുകൾ ഇന്നത്തോടെ അവസാനിക്കും.
മനസ്സിലായില്ല, ഇത് തെളിച്ചു പറയടോ. ചാത്തുണ്ണി മകനെ തുറിച്ചു നോക്കി. തൽക്കാലം സസ്പെൻസാണ്, കാത്തിരുന്ന് കാണാം. രാവിലെ 9 മണിക്ക് കോളേജിലേക്ക് പോകുന്ന ഒരു സംഘം വിദ്യാർത്ഥികൾ അവറാച്ചന് മുതലാളിയുടെ ബസ്സായ ലിസിയിൽ കയറി. നല്ല തിരക്കാണ്. പകുതിയോളം സ്റ്റുഡൻസ്. പ്രതിപക്ഷ പാർട്ടിയുടെ വിദ്യാർത്ഥി ഘടകം നേതാവായ CV സോമൻ ബസ് വിട്ടപ്പോൾ മുതൽ ഫുട്ബോളിൽ തന്നെ നിൽക്കുകയാണ്. അകത്തേക്ക് കയറി നിൽക്ക്, ക്ലീനർ 4-5 തവണ പറഞ്ഞിട്ടും അവൻ അനുസരിക്കുന്ന മട്ടില്ല. ഇടയ്ക്ക് സ്റ്റോപ്പുകളിൽ നിന്നും കയറുന്ന പെൺകുട്ടികളുടെ തലോടുകയാണ് ഇഷ്ടൻ്റെ പരിപാടി. ക്ലീനർക്ക് ക്ഷമ കെട്ടു. തന്നോടല്ലടോ പറഞ്ഞത് അകത്തേക്ക് കയറി നിൽക്കാൻ. സോമൻ ക്ലീനറെ തറപ്പിച്ചൊന്ന് നോക്കി. കിളിയോട് ജോലി ചെയ്താൽ മതി കേട്ടോ. എൻ്റെ ജോലി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ചു നേരം കൊണ്ട് താൻ പെൺപിള്ളേരുടെ അവിടെ ഇവിടെ തലോടുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇനിയെങ്കിലും ഒന്ന് നിർത്തി താൻ മാറിയട്ടെ. ആൾക്കാർ ഒരുപാട് കയറാനുള്ളതാണ്. ബസ്സിൽ കൂട്ടച്ചിരി. സോമൻ്റെ മുഖത്ത് ജാളിത. താൻ അനാവശ്യം പറയുന്നുടോ. അവൻ ക്ലീനറുടെ ഷർട്ടിൽ കയറി പിടിച്ചു. ഫുട്ബോളിൽ നിന്ന് അവർ ഇരുവരും പിടിവലിയായി. ഇത് കണ്ട കണ്ടക്ടർ ബസ് നിർത്തുവാൻ ബെല്ലടിച്ചു. ബസ് നിൽക്കവേ പെട്ടെന്ന് ക്ലീനറുടെ കൈ തട്ടിക്കളഞ്ഞ് സോമൻ നിലത്തേക്ക് വീണു. ആഹാ, നീ അത്രക്കായോടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവിടെ നിന്നും അവൻ ചാടി എഴുന്നേറ്റത്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. ബസ്സിലുണ്ടായിരുന്ന സ്റ്റുഡൻസ് അത് ഏറ്റുവിളിച്ചു. അത് ബസ്സിലെ സ്റ്റാഫിനെ മുഴുവൻ തല്ലി. ജനം തിക്കിത്തിരക്കി ബസ്സിൽ നിന്നിറങ്ങി. ചിലർ ആ സമയം ശരിക്കും വിനിയോഗിച്ചു. അവർ പെൺകുട്ടികൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറി. തന്നെ അവർ കൊല്ലുമെന്ന് തോന്നിയപ്പോൾ സഹികെട്ട ഡ്രൈവർ പെട്ടെന്ന് സ്ക്രൂ ഡ്രൈവർ എടുത്ത് കുത്തി. സോമൻ്റെ കൈത്തണ്ടയിൽ അത് തുളച്ചിറങ്ങി. ചോര ബസ്സിലെ സ്റ്റാഫുകളിൽ ഇറങ്ങി ഓടി. വിദ്യാർത്ഥികൾ ബസ്സിൽ ഗ്ലാസുകൾ എറിഞ്ഞു തകർത്തു. ടയറുകളുടെ കാറ്റ് ഊരിവിട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ ബസ് ഒരു വൃത്തികെട്ട കോലമായി മാറി. അതുവഴി വന്ന ഒരു കാറ് തടഞ്ഞു നിർത്തിയിട്ട് വിദ്യാർത്ഥി നേതാവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പ്രശ്നം കോളേജിൽ പരന്നു. സമരമായി. ലിസി ബസ്സുകളിൽ ഒറ്റയൊരെണ്ണം വച്ചേക്കരുത്. വിദ്യാർത്ഥികൾ തീരുമാനിച്ചു. അവർ പ്രകടനമായി നീങ്ങി നഗരത്തിലേക്ക്. ബസ് സ്റ്റാൻഡിലെത്തിയ 5 ബസ്സുകൾ നിമിഷങ്ങൾക്കുള്ളിൽ അവർ തകർത്തു. അവറാച്ചനും ചന്തുവിനും വിവരം കിട്ടി. അവർ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞു. സ്റ്റാൻഡിൽ ഇനി എത്തേണ്ട ബസ്സുകളെല്ലാം തൽക്കാലം ട്രിപ്പുകൾ നിർത്തിവെക്കുവാൻ ചന്തു നിർദ്ദേശിച്ചു. പിന്നെ അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. പോലീസ് രംഗത്തെത്തിയുടെ പ്രശ്നത്തിൽ നേരിയ തോതിൽ ശാന്തത കിട്ടി. തകർന്നു കിടക്കുന്ന ബസ്സുകൾ കണ്ടപ്പോൾ ചന്തുവിൻ്റെ രക്തം തെളിച്ചു. പക്ഷേ എതിരാളികൾ വിദ്യാർത്ഥികളാണ്. കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് അയാൾക്കറിയാം. പ്രശ്നമുണ്ടായ ബസ്സിലെ സ്റ്റാഫുകളിൽ നിന്നും സംഗതിയുടെ ഏകദേശം രൂപം ചന്തു മനസ്സിലാക്കി. 6 ബസ്സുകളാണ് തകർന്നിരിക്കുന്നത്. അതത്ര ചില്ലറ കാര്യമല്ല. വിദ്യാർത്ഥികളുടെ പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ചന്തുവിന് തോന്നി. രാത്രി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പേവാർഡിലാണ് സോമൻ കിടന്നിരുന്നത്. സമീപത്ത് അവൻ്റെ അമ്മയുമുണ്ട്. നീ എന്തിനാടാ ഈ പണിക്കൊക്കെ പോയത്? അമ്മ കരഞ്ഞുകൊണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, ഇതൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളല്ലേ. അവൻ ചിരിച്ചു. അതെനിക്ക് മനസ്സിലായി. വാതുക്കൾ നിന്നും ഒരു ശബ്ദം കേട്ട് ഇരുവരും അവിടേക്ക് നോക്കി. ചന്തു. സോമനിൽ നടുക്കമുണ്ടായി. ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്താണെന്ന് എനിക്കറിയണം. അകത്തേക്ക് കടന്നിട്ട് ചന്തു പുറങ്കാലുകൊണ്ട് വാതിൽ തട്ടിയടിച്ചു. സോമൻ്റെ അമ്മ നിലവിളിക്കാൻ ഭാവിച്ചു. ശബ്ദിച്ചു പോരുത്, ചന്തു കാർക്കശ സ്വരത്തിൽ പറഞ്ഞു. ഈ മുറിയിൽ നിന്നും ഒരു ശബ്ദം പുറത്തു വന്നാൽ 2 പേരുടെയും അവസാനമായിരിക്കും. അവർ ഭയന്നിരുന്നു. നിന്നെ ആരാണ് ഇതിന് പ്രേരിപ്പിച്ചത്? ചന്തു ചോദിച്ചു. നിങ്ങളുടെ സ്റ്റാഫാണ് തോന്നിയ ദിവസം കാണിച്ചത്. എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അതല്ല. ആര് പറഞ്ഞിട്ടാണ് നീ ഈ പ്രശ്നം ഉണ്ടാക്കിയത്? അവൻ മിണ്ടിയില്ല. ചന്തു അവൻ്റെ ബാൻഡേജ് ചെയ്തിരുന്ന കയ്യിൽ വിരലുകൾ അമർത്തി. അവൻ വേദനയോടെ പൊളഞ്ഞു. അധ്യായം 21. നിനക്ക് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് സഹകരിക്കുന്നതാണ് നല്ലത്. ചന്തു CV സോമൻ്റെ മുറിവിൽ അമർത്തിയ വിരലുകൾക്ക് ശക്തിയേറി. ബാൻഡേജ് നനച്ചുകൊണ്ട് ചോര കിനിഞ്ഞു വന്നു. അമ്മേ, അവൻ വേദനയോടെ പിടഞ്ഞുപോയി. എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. സോമൻ്റെ അമ്മ ഇടയിലേക്ക് കയറാൻ ശ്രമിച്ചു. ദേ തള്ളേ,
മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ മോൻ്റെ ശവവുമായിട്ടായിരിക്കും ഇവിടെ നിന്നും പോവേണ്ടി വരിക. അത് കേട്ടത് പിടിച്ചു നിർത്തിയതുപോലെ അവർ നിന്നു. സത്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയടാ മോനെ. എൻ്റെ കൈവിട്, ഞാൻ പറയാം. വിദ്യാർത്ഥി നേതാവിൻ്റെ വീര്യമൊക്കെ പമ്പ കടന്നു. ആർക്ക് വേണ്ടിയാണ് നീ ഈ പ്രശ്നം ഉണ്ടാക്കിയത്? റോബിൻ സാറാണ്. റോബിൻ. ചന്തു സോമനെ തുറച്ചു നോക്കി. നീ സത്യമാണല്ലോ പറഞ്ഞത്? അതെ. അയാൾ മുറിയിലൂടെ അങ്ങിങ്ങു നടന്നു. പിന്നെ തിരിഞ്ഞു നിന്നു. അവൻ നിങ്ങൾക്ക് പണം തന്നു? തന്നു. എത്ര? 5000. നീയൊക്കെ എത്ര ലക്ഷമാണ് നഷ്ടപ്പെടുത്തിയെന്നറിയാമോ? സോമൻ ശ്രദ്ധിച്ചില്ല. ചന്തു കീശയിൽ നിന്നും ഒരു ടേപ്പ് റെക്കോർഡർ എടുത്തു. നീ പറഞ്ഞത് അത്രയും ഇതിലുണ്ട്. സോമൻ പരിഭ്രമിച്ചു. സർ, തൽക്കാലം നീ പേടിക്കണ്ട. പക്ഷേ ഇനി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടാകരുത്. ഇല്ല സാർ. മാത്രമല്ല, ഇതിന് പകരമായി നിങ്ങൾ എനിക്ക് ചില സേവനങ്ങളും കൂടി ചെയ്തു തരേണ്ടി വരും. ഓഫ് കോഴ്സ് സാർ. ചന്തു മുറിവിട്ടിറങ്ങിപ്പോയപ്പോഴാണ് ഇരുവർക്കും ശ്വാസം നേരെ വീണത്. രാത്രി 10 മണിയായപ്പോൾ അവറാച്ചൻ മുതലാളിയുടെ ബെൻസ് ചാത്തുണിയുടെ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വന്നു. അത് മുന്നിൽ കണ്ട ചെടിച്ചട്ടികൾ മുഴുവൻ ഇടിച്ചു തകർത്തു. മുറ്റത്തെ പുൽത്തകടിയിൽ 3 കസേരകളിലിരുന്ന് അവറാച്ചനെ പറ്റിയ നഷ്ടം കണക്കുകൂട്ടി ആസ്വദിക്കുകയായിരുന്നു ചാത്തുണിയും മക്കളും. അതുകണ്ട് ചാടി എണീറ്റു അവർ. കാർ അവരുടെ നേരെ വന്നു നിന്നു. അത് തങ്ങൾ ഇടിച്ചു തകർക്കുമെന്ന് അവർക്ക് തോന്നി. എന്നാൽ അവരെ തൊട്ടുമില്ല എന്ന രീതിയിൽ കാർ നിന്നു. ആദ്യമേറ്റ ആഘാതത്തിൽ നിന്നും മോചിതരാകുന്നതിന് മുമ്പ് അതിൽ നിന്നും അവറാച്ചനും ചന്തവും ഇറങ്ങി. ബംഗ്ലാവിന് മുന്നിൽ മെർക്കുറി ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇരുകൂട്ടരും പരസ്പരം നോക്കി, വന്യമൃഗങ്ങളെ പോലെ. എടാ, നീയായിരുന്നു ഈ തെമ്മാടിത്തം കാണിച്ചത്. ചാത്തുണ്ണി അവറാച്ചൻ്റെ നേർക്ക് ചീറി. ചാത്തുണ്ണി, നിന്റെ മോൻ കളിച്ചത് ആരാടാണെന്നറിയാമോ? അവരെന്ത് കാണിച്ചെന്നാ? ഒന്നും അറിയാത്ത പാവം. അവറാച്ചൻ 2 അടി കൂടി മുന്നോട്ടെടുത്തു. എൻ്റെ ബസ്സുകളുടെ നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ അവറാച്ചൻ്റെ മറ്റൊരു മുഖം കൂടി നീയൊക്കെ കാണും. താൻ എന്തോ പുളുത്താനോടോ? റോബിൻ ഇടയ്ക്ക് കയറി. കോളേജ് പിള്ളേർ ബസ് തകർത്തന്നെ ഞങ്ങളെന്തോ വേണം? ചന്തു വെറുതെ കാറിൽ ചാരി നിൽക്കുകയാണ്. കോളേജ് പിള്ളേരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാരാണെന്നും എനിക്കറിയില്ലെന്ന് നീയൊക്കെ വിചാരിച്ചോ? ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. 24 മണിക്കൂറിനുള്ളിൽ എൻ്റെ നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ എൻ്റെ വഴി നോക്കും. താൻ പോടോ. പഞ്ചായത്ത് പ്രസിഡന്റ് ചാത്തുണ്ണിയുടെ മക്കളുടെയും ഒരു രോമത്തെ പോലും താൻ തൊടത്തില്ല. റെന്നിയുടെ വക. നിന്റെ തന്തയ്ക്ക് അതൊക്കെ വലിയ പ്രശ്നമായിരിക്കും എന്ന് വെച്ച് കഴുതൊക്കെ പറഞ്ഞ നിനക്കൊക്കെ ഈ ബുദ്ധിയെ ഉണ്ടാവും. ഇതിൽ കൂടുതൽ എന്നാ ബുദ്ധി കിട്ടാനാ? താൻ എന്താടാ പറഞ്ഞത്? റെന്നി കൈ ചുരുട്ടി. എന്താ? എന്നെ തല്ലിയാൽ കൊള്ളുമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ തല്ലടാ. അവറാച്ചൻ ഷർട്ടിൻ്റെ മുന്നിലെ ബട്ടൺസുകൾ അഴിച്ചിട്ടു. നിന്റെ തന്ത ഈ നിൽക്കുന്നവൻ തന്നെയാണെങ്കിൽ എൻ്റെ ശരീരത്തൊന്ന് തൊട്ടു നോക്കടാ. 3 എണ്ണത്തിന് ഞാൻ ഇവിടെ തന്നെ കുഴിച്ചു മൂടിയിട്ടേ പോകൂ. അവറാച്ചൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ റെന്നി ഭയന്നു. ചാത്തുണ്ണി വിയർത്തുപോയി. എന്താ തല്ലണ്ടേ? അപ്പോൾ എനിക്ക് പോകാമല്ലോ അല്ലേ? പിന്നെ ഒരു കാര്യം, ഞാൻ പറഞ്ഞ 24 മണിക്കൂർ അത് കഴിഞ്ഞാൽ എന്തു വേണമെന്ന് ഞാൻ ചിന്തിക്കും. അയാൾ തിരിഞ്ഞു. പോകാം ചന്തു. ഇരുവരും കാറിൽ കയറി. ചന്തു അത് പിന്നോട്ടെടുത്തു. അവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടികളെ കൂടി തകർത്തുകൊണ്ട് കാറ് പാഞ്ഞുപോയി. ചാത്തുണ്ണി രോക്ഷത്തോടെ മക്കളെ നോക്കി. തന്തയ്ക്ക് പിറക്കാത്തവന്മാർ. അയാൾ റെന്നിയുടെ മുഖമടച്ചൊന്നു കൊടുത്തു. അവൻ വെല്ലുവിളിച്ചപ്പോൾ നീയൊക്കെ പഴം വിഴുങ്ങിയതുപോലെ നോക്കി നിന്നു. എന്നെ പറയിപ്പിക്കാൻ. ഡാഡി, മിണ്ടരുത്. ആണാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നു. നാളെ കൊണ്ടുപോയി നഷ്ടപരിഹാരം കൊടുത്തോ? ഇല്ലെങ്കിൽ വരുന്നത് അനുഭവിക്കാൻ തയ്യാറാക്കോ? പിന്നെ ഇയാളങ്ങ് ഷേവ് ചെയ്ത് കളയും. കത്തിയും കത്രികയും നീ വാങ്ങിച്ചോ. അവറാച്ചൻ നിന്നെ കൊണ്ട് ചരപ്പിക്കും. അമർത്തി ചവിട്ടിക്കൊണ്ട് ചാത്തുണ്ണി ബംഗ്ലാവിലേക്ക് പോയി. ചന്തു കാറിലിരിക്കുമ്പോൾ അവറാച്ചൻ ശാന്തനായി വിളിച്ചു. എന്താ മുതലാളി?
ചന്തു തിരിഞ്ഞു. അവൻ നഷ്ടപരിഹാരം തരില്ല. എൻ്റെ ഈ നഷ്ടം അവൻ ഇരട്ടിയാക്കണം. അവറാച്ചൻ അങ്ങോട്ട് ആക്രമിക്കാറില്ല. ഇങ്ങോട്ട് വിട്ടാൽ വിടുന്ന പ്രശ്നമില്ല. എല്ലാം ഞാൻ നേരെയാക്കാം മുതലാളി. ഏറിയാൽ ഒരാഴ്ച. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാം. അടുത്ത ദിവസം അതേ സമയമായപ്പോൾ അവറാച്ചൻ ചാത്തുണ്ണിക്ക് ഫോൺ ചെയ്തു. എവിടെടാ എൻ്റെ നഷ്ടപരിഹാരം? മറുപടിയായി ചാത്തുണ്ണി അല്പം ഉറക്കത്തന്നെ ചിരിച്ചു. നീ നഷ്ടപരിഹാരം വാങ്ങിയേ അടങ്ങുമല്ലേ? പരിഹസിക്കുകയാണോ? ഏയ്, അടിയൻ നഷ്ടപരിഹാരം തന്നേക്കാമേ. ചാത്തുണ്ണിയുടെ സ്വരം മാറി. നിന്റെ തല തന്നെ ഞാൻ ഇങ്ങെടുത്തേക്കാം. എന്താ? ഡാഷ് മോനെ, നീ സൂക്ഷിച്ചോ. അവറാച്ചൻ റിസീവർ വെച്ചു. ചെറു മന്ദഹാസത്തോടെ അത് നോക്കി നിൽക്കുകയായിരുന്നു ചന്തു. അവൻ എൻ്റെ തലയെടുക്കും പോലും. കൊന്നുകളയും ഞാൻ. അവറാച്ചൻ പല്ലുകടിച്ചു. മുതലാളി ഈ പ്രശ്നമോർത്ത് വിഷമിപ്പിക്കണ്ട. ഇതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളാം. പോരെ? അയാൾ തൻ്റെ മുറിയിലേക്ക് പോയ ഉടനെ മേരി ചന്തുവിൻ്റെ അരികിലെത്തി. മോനെ, വഴക്കിനൊന്നും പോരുത്. ഇല്ല മമ്മി. ചന്തു ഇപ്പോൾ മേരി അങ്ങനെയാണ് വിളിക്കുന്നത്. അവർക്ക് അയാളൊരു മകനെ പോലെയാണ്. അടുത്ത ദിവസം ചന്തു ഓഫീസിലിരിക്കുമ്പോൾ പ്യൂൺ കടന്നു വന്നു. സാർ, ഒരാൾ കാണാൻ വന്നു നിൽക്കുന്നു. ആര്? അറിഞ്ഞുകൂടാ. ഒരു സ്ത്രീയാണ്. സ്ത്രീയോ? അയാളുടെ നെറ്റ് ചുളിഞ്ഞു. കടന്നു വരാൻ പറയൂ. നിമിഷങ്ങൾ ഹാഫ് ഡോർ തള്ളിത്തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു. ചന്തു ശിരസിളക്കി. മെറീന. അയാളുടെ മനസ്സിൽ 1000 പരൽ മീനുകൾ ഒന്നിച്ചു പിടഞ്ഞു. ഒരു സെക്കൻഡുള്ളിൽ അത് മാറി. അയാൾ സമനില കൈവരിച്ചു. എന്തു വേണം? തികച്ചും പരുഷമായ ശബ്ദം. പക്ഷേ മെറീന അത് കേട്ട് പതറിയില്ല. കാണാൻ വന്ന ഒരാളിനോട് ഇരിക്കാൻ പറയുവാനുള്ള സാമാന്യ മര്യാദ പോലും താങ്കൾ മറന്നുപോയി. സാരമില്ല. ചിരിച്ചുകൊണ്ട് അവളിരുന്നു. ഞാൻ പലതും മറന്നിട്ട് ഒരുപാട് നാളായി. പേപ്പർ വെറ്റ് കയ്യിലിട്ട് തിരിച്ചുകൊണ്ട് അലക്ഷ്യഭാവത്തിൽ ചന്തു മറുപടി നൽകി. ഇതിൽ നിന്നും മനസ്സിലാക്കാം ഒന്നും മറന്നിട്ടില്ലെന്ന്. താങ്ക്സ്. ഓർമ്മിപ്പിച്ചതിന് നന്ദി. വന്ന കാര്യം പറഞ്ഞിട്ട് പോകാം. ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. ചന്തു ഏട്ടാ, ഇത്തവണ ഡോക്ടർ മെറീന തേങ്ങിപ്പോയി. എന്നോട് തന്നെയാണോ ഈ പറഞ്ഞത്? ചന്തുവിൻ്റെ ഹൃദയത്തിലും വേദനയുടെ ഉറവ് പൊട്ടി. പക്ഷേ അയാളത് പുറത്തു കാണിച്ചില്ല. എന്തുകൊണ്ട് എനിക്കിങ്ങനെ പറഞ്ഞുകൂടാ? എൻ്റെ അനുജൻ്റെ ഭാര്യ എന്നതിൽ കവിഞ്ഞ് നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. സ്വന്തം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ ചേട്ടന്? അതൊക്കെ പണ്ട്. ലുക്ക് മിസ്സിസ് മറീന, ഇപ്പോൾ നമ്മൾ തമ്മിൽ വ്യത്യസ്തമായ 2 ധ്രുവങ്ങളിലാണ്. സമ്മതിച്ചു. എങ്കിലും മനസ്സിനെ വെറുതെ തടങ്കലിൽ വയ്ക്കുന്നത് എന്തിനാണ്? ഉള്ളു തുറന്നൊന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്തൂടെ? ചന്തുവേട്ടൻ അറിയാമോ, ഒരിക്കൽ പോലും സുധീരേട്ടൻ എന്നോട് സ്നേഹപൂർവ്വം ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അവൾ ശക്തമായി കിതച്ചു. വിവാഹം കഴിഞ്ഞെത്തിയ ആദ്യ രാത്രിയിൽ പോലും ആ മനുഷ്യൻ ജ്യേഷ്ഠൻ്റെ വിഴുപ്പായിട്ട് മാത്രമാണ് എന്നെ കണ്ടത്. ചന്തു ചുറ്റും നോക്കി. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? മറീന പ്ലീസ്, ഇതൊരു ഓഫീസാണ്. അറിയാം. ചന്തുവേട്ടനെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. വെറുതെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. അവൾ കർച്ചീഫ് എടുത്ത് മുഖം തുടച്ചു. പോട്ടെ. വാതിക്കലെത്തിയിട്ട് അവൾ തിരിഞ്ഞു നിന്നു. എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. ചന്തുവേട്ടൻ വളരെ സൂക്ഷിക്കണം. അവൾ പോയി കഴിഞ്ഞപ്പോൾ അയാളുടെ മനസ്സിലും ഉഷ്ണക്കാറ്റ് വീശി. മെറീന. മരണം വരെ അവളെ മറക്കുവാൻ തനിക്ക് കഴിയുമോ? കുമാർ വേഗത്തിൽ കടന്നു വന്നു. ചന്തുണ്ണ ഗോൾഡൻ ചാൻസ്. അയാൾ തലയിളക്കി. കുമാർ ആ കാതുകളിൽ എന്തോ മന്ത്രിച്ചപ്പോൾ ചന്തുവിൻ്റെ മുഖം വിടർന്നു. അയാൾ ഒരു നിമിഷം ചിന്തിച്ചിരുന്നിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്തു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥി നേതാവായ CK സോമനെ ലൈനിൽ തന്നെ കിട്ടി. തന്നെ എനിക്ക് ഉടനെ കാണണം. എന്നെ ഇവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. അതെനിക്കറിയാം. കയ്യിലെ മുറിവ് അത്ര മാരകമൊന്നുമല്ലല്ലോ. താൻ ഉടനെ അവിടെ നിന്നിറങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ ബീച്ചിലേക്ക് വരിക. എന്താ, ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ. ഓക്കെ. ചന്തു റിസീവർ വെച്ചിട്ട് കുമാറിനെ നോക്കി. വരൂ കുമാർ.
ഇരുവരും കാറിൽ യാത്രയായി. അരമണിക്കൂറിനുള്ളിൽ ബീച്ചിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് അവരും CK സോമനും തമ്മിൽ കണ്ടുമുട്ടി. കൈയുടെ വേദനയൊക്കെ കുറഞ്ഞോ? അല്പം. വരൂ, ചിലത് സംസാരിക്കാനുണ്ട്. ചന്തു സോമനെ വിളിച്ചുകൊണ്ട് കൽമണ്ഡപത്തിൻ്റെ നിഴലിലേക്ക് മാറി. പുറമേ നിന്നും ആരും കാണില്ല. പൂഴി മണലിലിരുന്നു. നിന്റെ കൂട്ടുകാരിൽ ചിലർ നാളെ സംഘടിപ്പിക്കണം. എന്തിനാണ് സാർ? പറയാം. തുടർന്ന് ചന്തു പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അവൻ അറിയാതെ ഒന്ന് ഞെട്ടി. റോബിൻ്റെ വാക്കുകൾ കേട്ട് ബസ്സിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ശിക്ഷ. സോമൻ എന്താ മറുപടി പറയാത്തത്? സാർ, അത് എന്താ, പറ്റില്ലെന്നുണ്ടോ? ചന്തുവിൻ്റെ സ്വഭാവം അറിയാവുന്ന സോമൻ ഭയന്നു. അതല്ല സാർ, പകൽ നേരത്ത് മുഖംമൂടി ധരിക്കണം. പ്രശ്നം തീർന്നല്ലോ. സോമൻ മൗനത്തിലാണ്. എനിക്ക് പുല്ലുപോലെ ചെയ്യാവുന്ന പ്രശ്നമേ ഉള്ളൂടാ. പക്ഷെ അങ്ങനെയല്ലല്ലോ. തുടങ്ങി വെച്ചത് നിങ്ങളല്ലേ. സോമന് സമ്മതിക്കേണ്ടി വന്നു. അടുത്ത ദിവസം അധ്യായം 22. രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്തുണ്ണി ബാങ്കിൽ നിന്നും ബീഫ് ക്രൈസുമായി ഇറങ്ങി വന്നു. തൻ്റെ കാറിൽ പിൻസീറ്റിൽ കയറിയിരുന്നു. ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്തു. ബ്രീഫ് കേസിനുള്ളിൽ പണമാണ്, 30 ലക്ഷം രൂപ. തൻ്റെ തോട്ടത്തോട് ചേർന്നുള്ള ഒരു റബ്ബർ എസ്റ്റേറ്റ് കൂടി വാങ്ങുവാനുള്ള പരിപാടിയാണ് ചാത്തുണ്ണിക്ക്. 55 ലക്ഷം രൂപയാണ് കരാറ്. പക്ഷെ അതിൻ്റെ അഡ്വാൻസ് കൊടുക്കാനാണ് ഈ പണം. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ചാത്തുണ്ണിയുടെയും അവറാച്ചൻ്റെയും തോട്ടങ്ങളോട് തൊട്ടുകിടക്കുന്ന എസ്റ്റേറ്റാണിത്. അവറാച്ചൻ അറിഞ്ഞാൽ അയാൾ അത് വാങ്ങിക്കുമെന്ന് ചാത്തുണ്ണിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ വില പറഞ്ഞുറപ്പിക്കാൻ തീരുമാനിച്ചത്. 55 ലക്ഷം രൂപ കൂടുതലൊന്നുമല്ലല്ലോ. ചാത്തുണ്ണി കണക്ക് കൂട്ടി. 10 വർഷത്തെ റബ്ബർ ഷീറ്റ് വിറ്റാൽ കിട്ടും അത്രയും. പിന്നെ തടി വെട്ടുമ്പോൾ നല്ലൊരു തുക വേറെയും. എസ്റ്റേറ്റ് ഉടമ 10 മണി കഴിയുമ്പോൾ വീട്ടിലെത്തുമാണ് പറഞ്ഞിരുന്നത്. ചാത്തുണ്ണി വാച്ച് നോക്കിയിട്ട് ഡ്രൈവറോട് പറഞ്ഞു, അല്പം കൂടി വേഗത്തിൽ വിടറോ. കാറ് പാലമൂട് ജംഗ്ഷനിലൂടെ ഒരസ്ത്രം കണക്കെ പോയി. ഒടുക്കത്തെ പോക്കാ. ഇവനൊന്നും യാതൊരു ലക്കും ലക്കാനുമില്ല. ഒരാൾ പിറുവിടുത്തു. കാർ കുന്നിൻ ചെരുവിലെടുത്തി. വിജനമായ പ്രദേശം, ഇരുവശങ്ങളിലും റബ്ബർ തോട്ടം. പെടുന്നതിനെ എതിരെ ഒരു ജീപ്പ് വന്നു. ഡ്രൈവർ കാർ വെട്ടിച്ചെങ്കിലും ജീപ്പ് അതിൻ്റെ സൈഡിൽ ഉരച്ചു. ഇരുവാഹനങ്ങളും നിന്നു. എന്ത് പ്രോക്കിത്തരമാണ് കാണിക്കുന്നത്? ചാത്തുണ്ണി ചീത്ത വിളിച്ച ഉടനെ തന്നെ ജീപ്പിൽ നിന്നും 5-6 പേര് ചാടി ഇറങ്ങി. തല മൂടത്തക്ക വിധത്തിലുള്ള കറുത്ത തുണി അവർ അണിഞ്ഞിരുന്നു. കണ്ണിൻ്റെ ഭാഗങ്ങളിൽ മാത്രം ഹോളുകൾ. ചാത്തുണ്ണി ഞെട്ടിപ്പോയി. മുഖംമൂടികൾ. രംഗം പന്തിയല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. വണ്ടി വിടടാ, അയാൾ നിലവിളിച്ചു. ഞെടിയിടയിൽ അവരിൽ ഒരാൾ ഡ്രൈവറുടെ കഴുത്തിൽ കത്തി അമർത്തി. മര്യാദക്കിരിയടാ. ചാത്തുണ്ണി ബീഫ് കേസുമായി ഇടങ്ങി ഓടാൻ ശ്രമിച്ചു. എന്നാൽ മറ്റൊരാൾ അത് ബലമായി പിടിച്ചു വാങ്ങിയിട്ട് അയാളുടെ അടിവയറ്റിൽ ആഞ്ഞു ചവിട്ടി. അമ്മയെ ചാത്തുണ്ണി വിലാപത്തോടെ കാറിൽ ചെന്നിടിച്ചു വീണു. ക്ഷണം നേരം കൊണ്ട് ബ്രീഫ് കേസുമായി അക്രമികൾ ജീപ്പിൽ ചാടിക്കയറി. ശരവേഗത്തിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ആ ജീപ്പ് കുന്നിറങ്ങിപ്പോയി. എൻ്റെ എല്ലാം പോയടാ. ചാത്തുണ്ണി നെഞ്ചത്തടിച്ചു കരഞ്ഞുപോയി. കാർ തിരിയടാ. അവിടെ അതിന് സ്ഥലമില്ലായിരുന്നു. കുറേ മുന്നോട്ട് പോയിട്ട് ഡ്രൈവർ കാർ തിരിച്ചു കൊണ്ടെത്തി. ജീപ്പ് പോയ വഴിയെ അവരും പോയി. പെടുന്നനെ തോട്ടത്തിൻ്റെ അവസാനത്തിൽ അവർ ഒരു കാഴ്ച കണ്ടു. റോഡിൻ്റെ ഒരറ്റത്ത് ഒരു ജീപ്പ് കത്തിയിരുന്നു. ചാത്തുണ്ണി കാറിൽ നിന്നിറങ്ങി അവിടേക്ക് ഓടിച്ചെന്നു. പക്ഷെ അത് ശൂന്യമാണ്. അയാളുടെ പണം അപഹരിച്ചു കൊണ്ടുപോയവർ സഞ്ചരിച്ചിരുന്ന ജീപ്പാണെന്ന് അയാൾക്കുറപ്പായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവനായി ചാത്തുണ്ണി തൻ്റെ കാറിൽ ചാരിയിരുന്നു. റോഡിലൂടെ ഒരു ജീപ്പ് കയറ്റം കയറി വരുന്നത് കണ്ട് ചാത്തുണ്ണിക്ക് തലയിളക്കി. റോബിനും ബെന്നിയുമായിരുന്നു അതിൽ. എന്തു പറ്റി ഡാഡി? അവർ ജീപ്പ് നിർത്തി. ചാത്തുണ്ണിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഡ്രൈവറാണ് വിവരം പറഞ്ഞത്. 30 ലക്ഷം രൂപ. റോബിൻ തലയിൽ കൈവച്ചു. ദൈവമേ, അതേത് ചെകുത്താനാ കൊണ്ടുപോയത്? നിങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ എതിരെ ഏതെങ്കിലും വാഹനങ്ങൾ വന്നോ? ഇല്ല. എന്തായാലും ഇങ്ങനെ നിന്നതുകൊണ്ടായില്ലല്ലോ. ഡാഡി കാറിൽ കയറ്. നമുക്കുടനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ചാത്തുണ്ണി കയറി. ജീപ്പ് അവിടെ ഇട്ടുകൊണ്ട് തന്നെ തിരിച്ചു. കത്തി എറിഞ്ഞുകൊണ്ടിരുന്ന ജീപ്പ് മിക്കവാറും അണയാറായി. പോലീസ് സ്റ്റേഷൻ. അവർ കടന്നു ചെല്ലുമ്പോൾ SP കമലഹാസൻ
ആർക്കോ ഫോൺ ചെയ്യുകയായിരുന്നു. മൂവരെയും കണ്ടപ്പോൾ റിസീവർ വെച്ചു. ഇരിക്കൂ. ചാത്തുണ്ണി ഇരുന്നു. മക്കൾ കസേരയുടെ ഇരുവശത്തു നിന്നു. എന്തോ പ്രശ്നമുള്ളതുപോലെ? ഉവ്. റെന്നിയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അത് കേട്ട് കമലാഹാസൻ മിഴിച്ചു നിന്നുപോയി. നിങ്ങൾക്കെന്തെങ്കിലും സംശയം? അവറാച്ചനും ചന്തുവും ചെയ്യപ്പച്ചതാണോ എന്ന് സംശയമുണ്ട്. അയാളുടെ ബസ്സുകൾ കോളേജ് പിള്ളേർ താർത്തതിൻ്റെ കാരണക്കാർ ഞങ്ങളാണെന്ന് അവറാച്ചൻ്റെ വിചാരം. നഷ്ടപരിഹാരങ്ങൾ കൊടുത്തില്ലെങ്കിൽ പ്രതികാരം ചെയ്യുമെന്ന് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഐ സി. കമലഹാസൻ ചിന്തയോടെ തലയനക്കി. ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. ചാത്തുണ്ണി SP വിജയദാസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ചന്തു തന്നെയാണ് ഇത് ചെയ്തതെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് എതിരഭിപ്രായമില്ലായിരുന്നു. ചന്തുവിനെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് SP ഉത്തരവ് വിട്ടു. അവനാണിത് ചെയ്തതെങ്കിൽ തത്ത പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കും. കമലഹാസൻ ചാത്തുണ്ണിക്ക് ഉറപ്പ് കൊടുത്തു. ശേഖരൻ പിള്ളേ. സർ. കോൺസ്റ്റബിൾ എത്തി. ജീപ്പ് എടുക്കാൻ പറയും. നിങ്ങൾ 4 പേര് കൂടി കയറണം. സർ. ചാത്തുണ്ണിയുടെ മക്കളുടെ മനസ്സിൽ ആശ്വാസത്തിന് നേരിയ കണികയുണ്ടായി. പരകെ അറിയപ്പെടുന്ന ഒരു ഇടിവീരനാണ് ഇൻസ്പെക്ടർ കമലഹാസൻ. ചന്തുവിൻ്റെ ഓഫീസ് SI കമലഹാസൻ ഹാഫ് ഡോർ തുറന്ന് അകത്തേക്ക് വന്നു. ചന്തു അപ്പോൾ തൻ്റെ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററോട് എന്തോ സംസാരിക്കുകയായിരുന്നു. ഇൻസ്പെക്ടറെ കണ്ടപ്പോൾ ടൈപ്പിസ്റ്റ് എണീറ്റു. ചന്തു മെല്ലെ ചിരിച്ചു. ഇൻസ്പെക്ടർ സാർ, ഇരിക്കൂ. ഞാൻ ആതിഥേയത്വം സ്വീകരിക്കാൻ വന്നതല്ല മിസ്റ്റർ ചന്തു. ചന്തുവിൻ്റെ നെറ്റി ഒളിഞ്ഞു. പിന്നെ? എനിക്കിവിടെ പോലീസ് സഹായം ആവശ്യമാകേണ്ട പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. പക്ഷെ ഞങ്ങൾക്കുണ്ട്. ഓക്കെ. ചന്തു ഒരു ഫയൽ തുറന്ന് അതിലേക്ക് നോക്കിയിരുന്നു. കമലഹാസന് കലിയേറി. പക്ഷെ അയാൾ സംയമനം പാലിച്ചു. നിങ്ങളൊന്ന് എണീക്കണം, അയാൾ പറഞ്ഞു. ചന്തു അമ്പരപ്പോടെ തലയുയർത്തി. എന്നോടാണോ? അല്ലാതെ പിന്നെ ഇവിടെ ഇപ്പോൾ മറ്റാരുമില്ലല്ലോ. എൻ്റെ ഓഫീസിൽ വന്ന് എന്നോട് എഴുന്നേൽക്കാൻ പറയുവാനുള്ള കാര്യം? അതൊക്കെ പറയാം. തൽക്കാലം എൻ്റെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? അതൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? യാതൊരു കാര്യവുമില്ലാതെ സ്റ്റേഷനിൽ വരണമെന്നും നിയമമൊന്നുമില്ലല്ലോ. കാര്യമുണ്ട്. എങ്കിൽ പറയൂ. കാര്യമറിയാതെ വരില്ലേ? ഇല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യുക. ഒരുപക്ഷെ നാളത്തെ എപ്പിസോഡ് ഉണ്ടാവില്ല, മറ്റന്നാളായിരിക്കും അപ്ലോഡ് ചെയ്യാം. എന്നിരുന്നാലും എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും നമ്മളോട് ഷെയർ ചെയ്യണം. അവതരണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും അറിയിക്കണം. അപ്പം വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ബൈ.